ഒരു പർപ്പിൾ ടച്ചിലേക്ക് പേളടക്കം ഉൾപ്പെടുത്തിയിട്ട് നല്ല അടിപൊളി കളർ അടിച്ചിട്ടുണ്ട്. കേൽപ്പത്തി NL വരുന്ന വണ്ടിയാണ്, സിംഗിൾ ഓണർ വണ്ടിയാണ്. ഇപ്പോൾ റാക്കുമലാണ് ഇരിക്കുന്നത്. ഇത് റാക്കിൽ നിന്ന് ഇറക്കുന്ന ഒരു സാഹചര്യം വരുന്ന സമയത്ത് തീർച്ചയായിട്ടും ആ ഒരു വീഡിയോ ചെയ്യും. ഇതിൻ്റെ റീലാണ് നമ്മൾ യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇട്ടിട്ടുള്ളത്, ഡീറ്റെയിൽ വീഡിയോ ചെയ്തിട്ടില്ല. അപ്പോൾ ഇതിന് ഡീറ്റെയിൽ വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. എൻ്റെ ഫസ്റ്റ് ബൈക്ക് ഒരുപാട് ആളുകൾ തെറ്റിദ്ധാരണ ഞാൻ ഫസ്റ്റ് ബൈക്ക് RX ആണെന്നുള്ളതാണ്. പക്ഷേ എൻ്റെ ഫസ്റ്റ് ബൈക്ക് സ്പ്ലെൻഡറാണ്. അന്നൊക്കെ സ്പ്ലെൻഡറിൻ്റെ മാർക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും 12,000 രൂപ 10,000 രൂപയ്ക്ക് നല്ല വണ്ടി കിട്ടും. കുഴപ്പമില്ലാത്ത എഞ്ചിൻ വർക്കൊന്നും ഇല്ലാത്ത സ്റ്റോക്ക് വണ്ടി കിട്ടും. ഇതിലും പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അത്യാവശ്യം കാര്യങ്ങൾ ഈ ഒരു വാഹനത്തിലും ചെയ്തിട്ടുണ്ട്. വണ്ടിയുടെ വൃത്തി നിങ്ങൾക്ക് വീഡിയോയിൽ കാണാം. അത്യാവശ്യം നല്ല വൃത്തിക്കാണ് വണ്ടി നിൽക്കുന്നത്. നമ്മുടെ ഷോപ്പിലേക്ക് വണ്ടി കയറ്റുന്ന സമയത്ത് ചളിയും അതേപോലെ തന്നെ ഗ്രീസും ആയുള്ള വണ്ടി കയറ്റില്ലല്ലോ. അപ്പോൾ അത്യാവശ്യം നല്ല വൃത്തിക്ക് പെയിൻ്റ് അടിച്ചിട്ടുള്ള ഹീറോ ഹോണ്ട സ്പ്ലെൻഡർ 2006 മോഡൽ വണ്ടി. 2026 വരെ ലാസ്റ്റ് വരെ പേപ്പർ ഫിറ്റ് ആയിട്ടുള്ള നല്ല വണ്ടി. എൻജിൻ വർക്ക് നമ്മളിപ്പോൾ റീസെൻ്റ്ലി ചെയ്താണ്. എൻജിൻ വർക്ക് കഴിഞ്ഞിട്ട് നമ്മൾ വണ്ടി ഓടിച്ചിട്ടില്ല. നിങ്ങൾക്ക് ഏത് വർക്ക്ഷോപ്പിൽ നിങ്ങൾക്ക് ഈ ഒരു വാഹനം കൊണ്ടുപോയിട്ട് ചെക്ക് ചെയ്യാം ഇതിന് എഞ്ചിൻ വർക്ക് ഉണ്ടോ എന്നുള്ളത്. കാരണം നമ്മൾ വെറുതെ നിങ്ങൾക്ക് വണ്ടി സെയിൽ ചെയ്യില്ല. നിങ്ങളൊരു ഇത്ര എമൗണ്ട് നമ്മൾ പറഞ്ഞിട്ട് നിങ്ങൾക്ക് ആ ഫണ്ട് നിങ്ങൾ അധ്വാനിച്ചുണ്ടാക്കുന്ന ഫണ്ട് നമുക്ക് കൊണ്ടുവന്ന് തരാണ്. അപ്പോൾ അതിൻ്റേതായ ഉത്തരവാദിത്വം നമ്മൾ നിങ്ങൾക്ക് തരും. നിങ്ങൾ വന്ന് വണ്ടി ഓടിച്ച് നോക്കുക, ഇഷ്ടപ്പെട്ടാൽ മാത്രം നിങ്ങൾ എടുത്താൽ മതി. നമ്മൾ ആരും ഫോഴ്സ് ചെയ്തിട്ട് കാര്യമില്ല. നിങ്ങളാണ് വണ്ടി എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ വന്ന് വണ്ടി ഓടിച്ച് നോക്കുക, അത്യാവശ്യം കിലോമീറ്റേഴ്സൊക്കെ ഓടിച്ച് നോക്കുക. ഫ്രണ്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവരെ കൂട്ടി വരിക. നമുക്കതിന് സന്തോഷമേ ഉള്ളൂ. കാരണം നിങ്ങൾ നോക്കിയെടുക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഡീലിങ്ങും കാര്യങ്ങളൊക്കെ പക്കായിട്ട് ചെയ്യാനായിട്ട് പറ്റും. 107 മോഡൽ യൂറോ 1 നല്ല പൊട്ടുള്ള വണ്ടി നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വണ്ടി നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. വണ്ടിയുടെ സൗണ്ട് ജസ്റ്റ് ഒന്ന് കേൾപ്പിച്ചു തരാം. എഞ്ചിൻ വർക്ക് എടുക്കുന്ന സമയത്ത് സിലിണ്ടർ അടക്കം മാറി സെറ്റാക്കിയ വണ്ടിയാണ്. എഞ്ചിൻ നോയ്സ് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും വണ്ടിയിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്നുള്ളത്. ഗൈസ്, നമ്മുടെ ഷോപ്പ് ഇനാഗ്രേഷൻ കഴിഞ്ഞിട്ടുള്ള ഫസ്റ്റ് സ്റ്റോക്ക് അപ്ഡേഷൻ വീഡിയോ ആണ് ഇന്ന് നിങ്ങളെ കാണിക്കാനായിട്ട് പോകുന്നത്. ഇപ്പോൾ കുറച്ച് സ്റ്റോക്ക് കുറവാണ്. ഒരു 8-10 വണ്ടികളാണ് നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉള്ളത്. നമ്മുടെ ഈ മാസം തന്നെ ഇനാഗ്രേഷൻ ചെയ്യണം എന്നുള്ള ആ ഒരു മൈൻഡ് ആയതുകൊണ്ടാണ് നമ്മൾ സ്റ്റോക്ക് കുറച്ച് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഒരു 20-25 വണ്ടികൾ ഇനിയും നമുക്ക് റീസ്റ്റോർ ചെയ്ത് കയറാനുണ്ട്. അപ്പോൾ കൂടുതലൊരു വീഡിയോ അപ്ഡേഷൻ വീഡിയോ നെക്സ്റ്റ് അപ്ലോഡ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഷോപ്പിന് ഇനാഗ്രേഷൻ്റെ ഭാഗമായിട്ട് നമ്മൾ കയറ്റിയിട്ടുള്ള വണ്ടികളും കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു 4-5 വണ്ടികൾ നമ്മൾ ഡെലിവറി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ വണ്ടികളൊക്കെ ഇവിടെ നിന്ന് പോയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് വണ്ടികൾ കയറാനുണ്ട്. അപ്പോൾ ഇപ്പോൾ നിലവിലുള്ള സ്റ്റോക്കുകളാണ് നിങ്ങൾ കാണിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ്, അതിൻ്റെ കണ്ടീഷൻ, അതുപോലെ തന്നെ മോഡൽ ഡീറ്റെയിൽസ്, അതേപോലെ തന്നെ വണ്ടിയുടെ കൂടുതൽ കാര്യങ്ങളും വണ്ടിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ എല്ലാവർക്കും നമ്മുടെ ഈ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് ഇരുന്ന് കാണാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യങ്ങൾ പരിഗണിക്കുക. അപ്പോൾ ഇനാഗ്രേഷൻ ഒരുപാട് ആളുകൾ വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ യൂട്യൂബിൽ കഴിഞ്ഞ വീഡിയോയിൽ മുന്നത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞ പോലെ തന്നെ ഏകദേശം 2 മാസത്തോളമായി നമ്മൾ യൂട്യൂബിൽ വീഡിയോ ചെയ്തിട്ട്. അപ്പോൾ അതിനൊരു കാരണം ഈ ഒരു വർക്കും കാര്യങ്ങളും ഇത്രയും വണ്ടികൾ നമ്മൾ സ്റ്റോക്ക് ചെയ്യുന്ന സംഭവവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിലൊക്കെ തിരക്കായതുകൊണ്ടാണ് നമ്മൾ ചെയ്യാറുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും ഇനി തുടർച്ചയായിട്ട് നമ്മൾ വീഡിയോസ് കാര്യങ്ങളൊക്കെ ഇടും. നമുക്ക് ഷോപ്പായി ഇങ്ങനൊരു നിലവിലുള്ളൊരു ഷോപ്പ് നമുക്കില്ലായിരുന്നു. നമുക്ക് സർവീസ് സെൻ്ററും ഷോപ്പും കൂടെ ചെറിയൊരു ഷോപ്പും കൂടെ ആയിരുന്നു. അപ്പോൾ ഈ ഒരു ലെവലിൽ നമ്മൾ ഷോപ്പ് കാര്യങ്ങളൊക്കെ ആക്കിയിട്ടുണ്ട്. അതേപോലെ തന്നെ വന്നിട്ടുള്ള എല്ലാവർക്കും നമ്മൾ ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ നന്ദി അറിയിക്കുകയാണ്. ഒരുപാട് ആളുകൾ വന്നിട്ടുണ്ടായിരുന്നു. കുറച്ച് ആളുകളൊക്കെ എത്താൻ പറ്റാത്ത സാഹചര്യങ്ങളുണ്ടായിരുന്നു. പിന്നെ കുറേ ആളുകൾ ഗൾഫ് പോയിട്ടുള്ള ആളുകളുണ്ട്. അപ്പോൾ അവരൊക്കെ മെസ്സേജ് ചെയ്തിട്ട് കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞ് എന്തായാലും ഉഷാറായി. ഇൻഷാ അല്ലാ ഇനി കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമുക്ക് വണ്ടികൾ കയറ്റണം. അതേപോലെ സെയിൽ കുറച്ചും കൂടെയൊക്കെ ഫാസ്റ്റ് ആക്കണം. സ്പെയർ പാർട്സുകൾ നമ്മൾ കൂടുതലായിട്ട് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട്. ഓഫറിൽ ഒരുപാട് സ്പെയറുകൾ കൊടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട്. 2 സ്ട്രോക്ക് ബൈക്കുകൾ ഉപയോഗിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് മാക്സിമം എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും അതൊക്കെ നമ്മൾ ചെയ്യാൻ നോക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് വണ്ടിയുടെ ഡീറ്റെയിൽസിലേക്ക് അടക്കാം. അതിന് മുന്നേ നമ്മൾ റാക്കിൽ 2 വണ്ടി നമ്മൾ സെറ്റ് ആക്കിയിട്ടുണ്ട്. അതിൻ്റെ കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. നമ്മുടെ ഷോപ്പിൽ 2 വാഹനങ്ങളാണ് നമ്മൾ റാക്കിൽ സെറ്റ് ചെയ്തിട്ടുള്ളത്, ചുമരിൽ സെറ്റ് ചെയ്തിട്ടുള്ളത്. അതിനൊരു കാരണം ഞാൻ ഒന്നാമത്തേത് 2 വാഹനം കയറ്റണം, 3 വാഹനം കയറ്റണം എന്നുള്ള മൈൻഡായിരുന്നു. പിന്നെ ഇത്രയും സ്പേസിൽ, ചെറിയൊരു സ്പേസിൽ ഇപ്പോൾ ഈ ചുമരൊക്കെ നമ്മൾ ഫുള്ള് വണ്ടി കയറ്റി കഴിഞ്ഞാൽ നമുക്ക് വാൾ പിക്ചേഴ്സും കാര്യങ്ങളും ഹെൽമെറ്റ് കാര്യങ്ങളൊക്കെ ഡിസ്പ്ലേ ചെയ്യണമെന്നുണ്ടെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ അവിടുന്ന് നമ്മൾ പുറത്തുനിന്ന് റോട്ടിൽ നിന്ന് ഷോ കിട്ടുന്ന രീതിയിൽ 2 വണ്ടികൾ നമ്മൾ റാക്കിൽ സെറ്റാക്കിയിട്ടുണ്ട്. അതിലൊന്ന് നമ്മുടെ സ്വന്തം ഷോഗണാണ്. ഷോഗൺ നമ്മൾ ഇപ്പോൾ എടുത്തിട്ട് ഏകദേശം ഒരു 6 മാസത്തെ ഗ്യാപ്പിലായിരുന്നു. അപ്പോൾ ഇതിൻ്റെ പേപ്പർ വർക്കും കാര്യങ്ങളൊക്കെ പെൻഡിങ് ഉണ്ടായിരുന്നു.
പേപ്പർ വർക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ ഒരു റിന്യൂവൽ കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഈ ഒരു സ്പെക്കിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് അറിഞ്ഞിട്ടൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടില്ല. ഒരുപാട് ആളുകൾ നമ്മളോട് ചോദിക്കുന്നതാണ് ഇതിൻ്റെ ഡീറ്റെയിൽസ് വീഡിയോ എന്തോ ഇടാത്തുന്നുള്ളത്. അപ്പോൾ എന്തായാലും ഇപ്പോൾ റാക്കിലാണ് ഇരിക്കുന്നത്. ഇത് റാക്കിൽ നിന്ന് ഇറക്കുന്ന ഒരു സാഹചര്യം വരുന്ന സമയത്ത് തീർച്ചയായിട്ടും ആ ഒരു വീഡിയോ ചെയ്യും. പിന്നെ നമ്മൾ ഇതിൻ്റെ റീലാണ് നമ്മൾ യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇട്ടിട്ടുള്ളത്. ഡീറ്റെയിൽ വീഡിയോ ചെയ്തിട്ടില്ല. അപ്പോൾ ഇതിന് ഡീറ്റെയിൽ വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഒരുപാട് ആളുകൾ പറയുന്നുണ്ട് ഡീറ്റെയിൽ വീഡിയോ വീണ്ടും എന്തൊക്കെ സ്പെക്ക് കയറിയിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ ഇത് ആക്ച്വലി നമ്മൾ ഷോഗൺ എന്നുള്ള മൈൻഡിൽ പോയി എടുത്ത വണ്ടിയൊന്നുമല്ല. ഷോഗൺ ഓക്കെ ആണെന്ന് തോന്നിയപ്പോൾ വണ്ടി കുറച്ചൊരു എമൗണ്ട് കുറച്ച് കിട്ടിയപ്പോഴും പേപ്പറില്ലാത്തതുകൊണ്ട് പേപ്പർ അപ്ഡേറ്റ് ചെയ്യേണ്ട ഒരു സാഹചര്യമുള്ള വണ്ടി ഒരാൾ ബുദ്ധിമുട്ട് പറഞ്ഞപ്പോൾ നമ്മൾ എടുത്തതാണ്. സ്റ്റോക്ക് വണ്ടിയായിരുന്നു. കിട്ടിയ സമയത്ത് ഇങ്ങനെയൊന്നും അല്ലായിരുന്നു. പക്കാ സ്റ്റോക്ക്, നമ്പർ പ്ലേറ്റ് അടക്കം ഫ്രണ്ടിൽ മിസ്സിങ് ആയിരുന്നു. കുറച്ച് പരിപാടികളും എഞ്ചിൻ വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ നമ്മൾ എടുത്ത് സെറ്റാക്കിയിട്ടാണ് ഈ ഒരു രൂപത്തിലാക്കി എടുത്തിട്ടുള്ളത്. ഒരുപാട് ആളുകൾ ഇത് കണ്ടിട്ടുള്ളതാണ് വണ്ടി. അപ്പോൾ ഇത് നമ്മൾ ഈ ഒരു വാഹനം ഇവിടെ നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട്. അതിൻ്റെ ഒരു പ്രൗഢിയോട് കൂടിയിട്ട് തന്നെ നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട്. എന്തൊക്കെയാണ് നമുക്ക് ഷോകളിൽ നമ്മുടേതായ രീതിയിൽ സ്പെക്ക് ചെയ്യാൻ പറ്റും ആ രീതിയിലൊക്കെ ചെയ്തിട്ടുണ്ട്. കുറച്ച് കാര്യങ്ങൾ നമ്മുടെ ഷോഗൺ ലുക്കിൽ നിന്ന് മാറ്റിയിട്ട് കുറച്ചുകൂടെ അപ്ഗ്രേഡ് വെർഷൻസിലേക്ക് മാറ്റിയിട്ടുണ്ട്. നമ്മുടെ ഡൂം കാര്യങ്ങളൊക്കെ ടിമാസ്കിൻ്റെ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഹങ്ങിൻ്റെ മറുകാർഡ് സെറ്റ് ചെയ്തിട്ടുണ്ട്. പൾസർ ഡിസ്ക് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ എൻജിൻ ഗാർഡ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ അത്യാവശ്യം ബഡ്ജറ്റ് ചെയ്താണ്. ഏകദേശം ഒരു മോഡിഫിക്കേഷനിൽ തന്നെ എനിക്ക് ഏകദേശം ആ ഒരു റേഞ്ചൊക്കെ ആയിട്ടുണ്ട്. 10,000 റുപ്യേൻ്റെ മേലെ മോഡിഫിക്കേഷൻ സ്പെയറിനും ഒക്കെ കൂടെ എനിക്ക് ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ഇപ്പോൾ സെയിൽ ചെയ്യണില്ല. നമ്മളെന്തായാലും ഒരു 6 മാസത്തെ ഗ്യാപ്പിലൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മളിത് സെയിൽ ചെയ്യാനായിട്ടും ഉദ്ദേശിക്കുന്നുണ്ട് കേട്ടോ. ഇതേ മോഡൽ നമ്മൾ വേറൊരു ഷോപ്പ് കൂടെ ഇതിലേക്ക് കയറ്റും. അപ്പോൾ ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, ഈ വണ്ടി നമ്മൾ ഇറക്കിയിട്ട് വിൽക്കും കേട്ടോ. അപ്പോൾ നല്ല വില കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ റേറ്റ് കാര്യങ്ങളൊന്നും തീരുമാനമാക്കിയിട്ടില്ല. ഇതിൻ്റെ ഒരു സ്പെക്കും കാര്യങ്ങളും ഒക്കെ നോക്കിയിട്ട് അതിൻ്റെ പ്രൈസ് പറയും. ഞാൻ വീഡിയോ എന്തായാലും ചെയ്യാതിനെ കുറിച്ച്. പിന്നുള്ളത് നമ്മൾ സ്പ്ലെൻഡർ കയറ്റാനുള്ള മെയിൻ ഒരു ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു സ്പ്ലെൻഡർ കയറണമെന്ന്. അതിന് മുന്നേ നമ്മൾ RX നോക്കിയിരുന്നു. RX ഇപ്പോൾ ഓൾറെഡി ഒരുപാട് ഷോപ്പുകൾ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ സ്പ്ലെൻഡർ കയറ്റാനുള്ളൊരു കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഫസ്റ്റ് ബൈക്ക് ഒരുപാട് ആളുകൾ തെറ്റിദ്ധാരണ ഞാൻ ഫസ്റ്റ് ബൈക്ക് RX ആണെന്നുള്ളതാണ്. പക്ഷേ എൻ്റെ ഫസ്റ്റ് ബൈക്ക് സ്പ്ലെൻഡറാണ്. ഞാൻ 10 കഴിഞ്ഞ് +1 പഠിക്കുമ്പോഴാണ് സ്പ്ലെൻഡർ എടുക്കുന്നത്. ആ ഒരു സമയത്താണ് സ്പ്ലെൻഡർ എൻ്റെ കയ്യിൽ കിട്ടുന്നത്. അന്നൊക്കെ സ്പ്ലെൻഡറിൻ്റെ മാർക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും 12,000 രൂപ 10,000 രൂപയ്ക്ക് നല്ല വണ്ടി കിട്ടും. കുഴപ്പമില്ലാത്ത എഞ്ചിൻ വർക്കൊന്നും ഇല്ലാത്ത സ്റ്റോക്ക് വണ്ടി കിട്ടും. ഇതിലും പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അത്യാവശ്യം കാര്യങ്ങൾ ഈ ഒരു വാഹനത്തിലും ചെയ്തിട്ടുണ്ട്. ഇത് സ്റ്റോക്ക് കണ്ടീഷനിലൊരു വണ്ടിയായിരുന്നു. അതിൻ്റെ എല്ലാ പാർട്സുകളും മാറി വൃത്തിക്ക് പെയിൻ്റ് അടിച്ച് ഗ്രാഫിക്സ് ആഡ് ചെയ്ത് ഫ്രണ്ടിൽ ഡൂമ് കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്ത് ഇൻഡിക്കേറ്റർ ചേഞ്ച് ചെയ്ത് ഡിസ്ക് ആഡ് ചെയ്ത് ടിസ്റ്റർ മറുകാർഡ് ചെയ്ത് നിങ്ങളിപ്പോൾ കാണുമ്പോൾ തന്നെ അറിയാം അത്യാവശ്യം വണ്ടി മോഡിഫൈഡ് ആയിട്ടാണ് വണ്ടി നിൽക്കുന്നത്. അപ്പോൾ ആ രീതിയിലൊക്കെ വണ്ടി സെറ്റാക്കിയിട്ട് ഒരു സ്പ്ലെൻഡറിൽ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും, നമ്മുടേതായ കൺസെപ്റ്റിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റും ആ ഒരു രൂപത്തിലാണ് വണ്ടി സെറ്റാക്കിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ 2 വണ്ടി എങ്ങനെയുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് നമ്മുടെ ഷോപ്പിലേക്ക് എപ്പോഴും വരാം. പിന്നെ നമുക്കിവിടെ സെൻറ്ററിൽ നമ്മളിവിടെ ഒരു നമ്മുടെ പ്ലേ ബട്ടൺ ഇതിൽ വെക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മളിവിടെ ഈ സെൻട്രലായിട്ട് നമ്മളൊരു പ്ലേ ബട്ടൺ വെക്കും. നമ്മുടെ പ്ലേ ബട്ടൺ ഇതുവരെ അൺബോക്സ് ചെയ്തിട്ടില്ല. ഏകദേശം ഒരു 1.5 കൊല്ലത്തോളമായി പ്ലേ ബട്ടൺ കിട്ടിയിട്ട്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് വരുന്ന സമയത്ത് നിങ്ങൾക്ക് പ്ലേ ബട്ടൺ എന്താണ്, ഒറിജിനൽ പ്ലേ ബട്ടൺ എങ്ങനെയാണ് ഇരിക്കുന്നത്, വീഡിയോസിലൊക്കെ ഒരുപാട് ആളുകൾ കണ്ടിട്ടുള്ളതായിരിക്കും പ്ലേ ബട്ടൺ. അപ്പോൾ നമ്മുടെ ഷോപ്പിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്ലേ ബട്ടൺ കാണാം. സിൽവർ പ്ലേ ബട്ടണാണ് നമ്മുടെ കയ്യിലുള്ളത്. ഇൻഷാ അല്ലാഹ് ബാക്കിയുള്ളത് കിട്ടുമെന്ന് വിചാരിക്കണേ. അപ്പോൾ അത് സെറ്റാക്കാനുണ്ട്. കുറച്ച് കാര്യങ്ങൾ ഇനിയും സെറ്റാക്കാനുണ്ട്. അപ്പോൾ 2 വണ്ടികൾ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, റാക്കിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാം. അപ്പോൾ ഇനി നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഫസ്റ്റ് പരിചയപ്പെടാനായിട്ട് പോകുന്നത് KL08 വരുന്ന 2006 മോഡൽ ഹീറോ ഹോണ്ട സ്പ്ലെൻഡർ ആണ്. ഇത് ആദ്യം ഞാൻ ഇതിൽ ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. നമ്മളിതിൽ കസ്റ്റം ഗ്രാഫിക്സോട് കൂടിയിട്ടുള്ള വർക്കാണ് നമ്മൾ ഇതിൽ ചെയ്തിട്ടുള്ളത്. നമ്മുടേതായ ഒരു ഗ്രാഫിക്സാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് കേട്ടോ. ഇനിയിപ്പോൾ ഈ ഗ്രാഫിക്സ് നിങ്ങൾ കണ്ടോ, നിങ്ങൾക്ക് സ്റ്റോക്ക് വണ്ടിയിൽ നിങ്ങളുടേതായ ഗ്രാഫിക്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് വണ്ടി ഉണ്ടാവും. അത് നമ്മൾ പെയിൻ്റ് അടിച്ചിട്ട് നിങ്ങൾ പറയുന്ന ഗ്രാഫിക്സിൽ നമ്മൾ ചെയ്തു തരും. അപ്പോൾ എക്സ്ട്രാ ചെറിയൊരു എമൗണ്ട് കാര്യങ്ങളൊക്കെ കൂടും. വണ്ടി പ്ലസ് ആ ചെയ്യുന്ന വർക്കും കൂടെ കൂടും കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ ഗ്രാഫിക്സ് ആഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ പാഷൻ റെഡ് ഈ ഒരു വാഹനത്തിൽ കളർ അടിച്ചിട്ടുണ്ട്. വണ്ടിയുടെ വൃത്തി നിങ്ങൾക്ക് വീഡിയോയിൽ കാണാം. അത്യാവശ്യം നല്ല വൃത്തിക്കാണ് വണ്ടി നിൽക്കുന്നത്. നമ്മുടെ ഷോപ്പിലേക്ക് വണ്ടി കയറ്റുന്ന സമയത്ത് ചളിയും അതേപോലെ തന്നെ ഗ്രീസും ആയുള്ള വണ്ടി കയറ്റില്ലല്ലോ. അപ്പോൾ അത്യാവശ്യം നല്ല വൃത്തിക്ക് പെയിൻ്റ് അടിച്ചിട്ടുള്ള ഹീറോ ഹോണ്ട സ്പ്ലെൻഡർ 2006 മോഡൽ വണ്ടി. 2026 വരെ ലാസ്റ്റ് വരെ പേപ്പർ ഫിറ്റ് ആയിട്ടുള്ള
നല്ല വണ്ടി. എൻജിൻ വർക്ക് നമ്മളിപ്പോൾ റീസെൻ്റ്ലി ചെയ്താണ്. എൻജിൻ വർക്ക് കഴിഞ്ഞിട്ട് നമ്മൾ വണ്ടി ഓടിച്ചിട്ടില്ല. വണ്ടി സ്റ്റാർട്ടിങ്ങിലിട്ട് നേരെ നമ്മുടെ ഷോപ്പിലേക്ക് കയറ്റിയാണ്. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് ടൈം വണ്ടി എടുക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ 40 കിലോമീറ്റർ വരെയാണ്, 40-45 മാക്സിമം നിങ്ങൾക്ക് 1500 കിലോമീറ്റർ വരെ ഓടിക്കാൻ പറ്റുന്ന സ്പീഡ് ലിമിറ്റ് എന്ന് പറയുന്നത്. അതിപ്പോൾ ഈ വാഹനം മാത്രമല്ല, ഏത് വാഹനം നിങ്ങൾ എടുക്കുകയാണെന്നുണ്ടെങ്കിലും ഒരു 40 വരെയൊക്കെ നിങ്ങൾ ഓടിക്കുക. കൂടുതൽ ഓടിച്ചു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഷോറൂമിൽ പോയിട്ടൊരു പുതിയ വാഹനം എടുക്കുന്ന സമയത്ത് അവരും നിങ്ങളോട് പറയും 40-50, മാക്സിമം ഒരു 50 ഓടിക്കുക എന്നുള്ളത്. അതും 1500-2000 കിലോമീറ്റർ വരെ പതുക്കെ ഓടിക്കുക. അതിനുശേഷം നിങ്ങൾ എഞ്ചിൻ ഓയിൽ മാറുക, നിങ്ങൾ നോർമൽ ഒരു 50-60 അങ്ങനെ ഓടിക്കുക. സ്പ്ലെൻഡറൊന്നും നിങ്ങൾക്ക് കൂടുതലായിട്ട് സ്ട്രെയിൻ എടുത്തിട്ടോ അല്ലെങ്കിൽ നല്ല പവറിൽ ഓടിക്കാൻ പറ്റിയ വണ്ടിയൊന്നുമല്ല. നല്ല സ്പീഡിലൊക്കെ ഓടിച്ചു കഴിഞ്ഞാൽ പണി പാളും മീൻസ് നമുക്ക് ആക്സിഡൻ്റ് ആവാൻ ചാൻസ് കൂടുതലാണ്. RX ഓടിക്കുന്ന മാതിരി സ്പ്ലെൻഡർ നിങ്ങൾ ഓടിക്കരുത്. എഞ്ചിന് കാര്യങ്ങളൊക്കെ നോയ്സ് കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ ടൈം എഞ്ചിന് ലൂസാകുന്ന പ്രശ്നം, ഏറ്റവും കൂടുതൽ പ്രശ്നം വരുന്നത് ടൈം എഞ്ചിനായിരിക്കും. അപ്പോൾ കൂടുതൽ സ്ട്രെയിൻ എടുത്ത് വണ്ടിക്ക് കൂടുതൽ പവർ കൊടുത്തിട്ട് അല്ലെങ്കിൽ കൂടുതൽ ത്രോട്ടിൽ കൊടുത്തിട്ടൊന്നും വണ്ടി ഓടിക്കാതിരിക്കുക, അത് സേഫ് അല്ല. അപ്പോൾ 2006 മോഡൽ 2026 ലാസ്റ്റ് വരെ പേപ്പർ ഫിറ്റ് ആയിട്ടുള്ള നല്ല കണ്ടീഷനോട് കൂടിയിട്ടുള്ള എഞ്ചിൻ വർക്ക് കഴിഞ്ഞിട്ടുള്ള വണ്ടിയാണ്. വണ്ടിയുടെ സൗണ്ട് ജസ്റ്റ് ഒന്ന് കേൾപ്പിച്ചു തരാം. ഇതിൽ നമ്മൾ യൂറോ 1 സൈലൻസർ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റേതായ ഒരു സൗണ്ട് ഉണ്ടാവും. നമ്മൾ ഓപ്പൺ ചെയ്തിട്ടുള്ള സൈലൻസറാണ് ചെയ്തിട്ടുള്ളത്. ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമ്മൾ നിങ്ങൾക്ക് വേണ്ട സൗണ്ട് നമ്മൾ ആക്കി തരും. അപ്പോൾ ഇങ്ങനെയാണ് വണ്ടിയുടെ സൗണ്ട് വരുന്നത്. സൗണ്ടാണ് നിങ്ങളിപ്പോൾ കേട്ടത്. എക്സോസ് നോട്ടിൻ്റെ സൗണ്ടാണ് നമ്മൾ കേട്ടത്. വണ്ടി സൈലൻസർ നമ്മൾ ഓപ്പൺ ചെയ്തതാണ്. അപ്പോൾ അത്യാവശ്യം നല്ല ലൗഡ് സൗണ്ടും കൂടിയുള്ള ഒരു വണ്ടിയാട്ടോ. എഞ്ചിൻ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്, ഗ്രാഫിക്സ് ആഡ് ചെയ്തിട്ടുണ്ട്. ബാർ ഹാൻഡിൽ AJ സ്റ്റാറിൻ്റെ ബാർ ഹാൻഡിൽ നിങ്ങൾക്ക് കാണാം. അതേപോലെ ബാക്കിയുള്ളതൊക്കെ നമ്മൾ അത്യാവശ്യം കാര്യങ്ങൾ ഈ ഒരു വാഹനത്തിൽ ചെയ്തിട്ടുണ്ട്. ഈ ഇൻഡിക്കേറ്റർ കാര്യങ്ങളൊക്കെ RXZ-ൻ്റെ ഇൻഡിക്കേറ്റർ കാര്യങ്ങളൊക്കെ ആക്കിയിട്ടുണ്ട്. ഹൈറ്റ് കൂട്ടിയിട്ടുണ്ട്, 3 ഇഞ്ച് ഹൈറ്റും കൂടെ കൂട്ടിയിട്ടുണ്ട് കേട്ടോ. പിന്നെ 2 ടയറും പുതിയ ടയറാണ്, അധികം യൂസിങ് ഇല്ലാത്ത പുതിയ ടയറാണ് രണ്ടിലും കിടക്കുന്നത്. ഒരു 80% ടയറും നിങ്ങൾക്ക് കാണാം. അപ്പോൾ ഈ വാഹനത്തിന് ചോദിക്കുന്ന വില എന്ന് പറയുന്നത്, ഈ ഒരു വാഹനത്തിന് നമ്മൾ ചോദിക്കുന്ന വില എന്ന് പറയുന്നത് 46,500 ആണ്. പ്രത്യേകം പറയേണ്ട ഒരു കാര്യം, സിംഗിൾ ഓണർ വണ്ടിയാണ്. അപ്പോൾ എടുക്കുന്നവർക്ക് ഒരു സിംഗിൾ ഓണർ വണ്ടി കിട്ടുകയാണ്. അതേപോലെ തന്നെ വർക്കൊക്കെ കഴിഞ്ഞ് വൃത്തിയാക്കിയിട്ട് നിങ്ങൾക്ക് വണ്ടി കിട്ടുകയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു റേറ്റ് കാര്യങ്ങളൊക്കെ വരുന്നത് കേട്ടോ. റേറ്റ് പറയുമ്പോൾ ഒരുപാട് ആളുകൾ പറയാൻ ചാൻസ് ഉള്ളൊരു കാര്യമാണ് റേറ്റ് കൂടുതലാണോ എന്നുള്ള കാര്യം. റേറ്റ് നമ്മൾ ഈ ഒരു വാഹനം നിങ്ങൾ വന്ന് ഓടിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ ഒരു വാഹനം കൊണ്ടുപോകും. അത്രയും കണ്ടീഷനിലാണ് വണ്ടി ഇരിക്കുന്നത്. ഞാൻ പറഞ്ഞു എഞ്ചിൻ വർക്ക് കഴിഞ്ഞിട്ട് വണ്ടി ഓടിച്ചിട്ടില്ല, വണ്ടി സ്റ്റാർട്ടിങ്ങിലിട്ട് നേരെ നമ്മുടെ ഗാരേജിലേക്ക് കയറ്റിയിട്ടാണ്. അപ്പോൾ അത്രയും കണ്ടീഷനിലാണ് വണ്ടി നിൽക്കുന്നത്. ഏത് ഷോപ്പിൽ നിന്നാണെങ്കിലും എവിടെ നിന്ന് നിങ്ങൾ വണ്ടി എടുക്കുകയാണെന്നുണ്ടെങ്കിലും എഞ്ചിൻ്റെ കണ്ടീഷൻ മസ്റ്റ് ആണോ എന്നുള്ള കാര്യം ചെക്ക് ചെയ്യാൻ നമ്മളിതിനെക്കുറിച്ച് സെപ്പറേറ്റ് വീഡിയോ ചെയ്തിട്ടുള്ളതാണ്. സ്പ്ലെൻഡറിലൊക്കെ തീർച്ചയായിട്ടും എഞ്ചിൻ വർക്ക് ഉണ്ടോ എന്നുള്ള കാര്യം എവിടെ നിന്ന് എടുക്കുകയാണെന്നുണ്ടെങ്കിലും നമ്മുടെ ഷോപ്പിൽ നിന്ന് നിങ്ങൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചെക്ക് ചെയ്തിട്ട് എടുക്കണം. നിങ്ങൾക്ക് ഏത് വർക്ക്ഷോപ്പിൽ നിങ്ങൾക്ക് ഈ ഒരു വാഹനം കൊണ്ടുപോയിട്ട് ചെക്ക് ചെയ്യാം ഇതിന് എഞ്ചിൻ വർക്ക് ഉണ്ടോ എന്നുള്ളത്. കാരണം നമ്മൾ വെറുതെ നിങ്ങൾക്ക് വണ്ടി സെയിൽ ചെയ്യില്ല. നിങ്ങളൊരു ഇത്ര എമൗണ്ട് നമ്മൾ പറഞ്ഞിട്ട് നിങ്ങൾക്ക് ആ ഫണ്ട്, നിങ്ങൾ അധ്വാനിച്ചുണ്ടാക്കുന്ന ഫണ്ട് നമുക്ക് കൊണ്ടുവന്ന് തരാണ്. അപ്പോൾ അതിൻ്റേതായ ഉത്തരവാദിത്വം നമ്മൾ നിങ്ങൾക്ക് തരും. അതേപോലെ തന്നെ എഞ്ചിൻ്റെ കണ്ടീഷനും നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും ഏത് വർക്ക്ഷോപ്പിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് കൊണ്ടുപോയിട്ട് നിങ്ങൾ എടുത്തുള്ള വർക്ക്ഷോപ്പിലോ അല്ലെങ്കിൽ നിങ്ങളെ മെക്കാനിക്കുമായിട്ടുള്ള ആളുകൾ നിങ്ങളുടെ ഫ്രണ്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവരെ കൊണ്ടുവരാം. അതൊന്നും നമുക്ക് പ്രശ്നങ്ങളല്ല. അത് നമ്മൾ വീഡിയോയിൽ തുടർച്ചയായിട്ട് പറയുന്ന കാര്യമാണ്. വണ്ടി എടുക്കുന്ന സമയത്ത് നിങ്ങൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കണം എന്നുള്ളത്. നമ്മുടെ ഭാഗത്തു നിന്നുള്ള ക്ലിയർ ആക്കി തരാൻ പറ്റുന്ന കാര്യങ്ങൾ മൊത്തം നമ്മൾ ക്ലിയർ ആക്കി തരും. അപ്പോൾ 1 ഡേ ഒക്കെ ഉള്ളിലൊക്കെയാണ് നിങ്ങൾക്ക് എഞ്ചിൻ്റെ ഭാഗത്തു നിന്നൊക്കെ പ്രശ്നങ്ങൾ വരുന്നുണ്ട്, നമ്മൾ ചെയ്തിട്ടുള്ള വണ്ടികൾ എഞ്ചിൻ്റെ ഭാഗത്തു നിന്ന് വർക്ക് വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ക്ലിയർ ചെയ്ത് തരും. അതല്ലാതെ നിങ്ങൾ കൊണ്ടുപോയതിൻ്റെ ശേഷമുള്ള പ്രശ്നങ്ങൾക്ക് നമ്മൾ ഉത്തരവാദിയാവുന്നതല്ല. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസാണ് നമ്മൾ പറഞ്ഞത്. ഇത്രയും കണ്ടീഷനുള്ളൊരു വണ്ടിയാണ്. 46,500 നമ്മൾ ചോദിക്കുന്ന വില. അപ്പോൾ അത് നെഗോഷ്യബിൾ ആണ്. നിങ്ങൾ നമ്മുടെ സബ്സ്ക്രൈബറാണ്, നമ്മൾ വീഡിയോ കണ്ടുവരുന്ന ആളാണെങ്കിൽ തീർച്ചയായിട്ടും ഡിസ്കൗണ്ട് കാര്യങ്ങളൊക്കെ ചെയ്തു തരും. ഓക്കെ, അടുത്ത വണ്ടി നോക്കാം. 2003 മോഡൽ KL 0G 1346 വരുന്ന ഹീറോ ഹോണ്ട സ്പ്ലെൻഡർ തന്നെയാണ്. ഇതിനെക്കൊണ്ട് പറഞ്ഞ പോലെ തന്നെ ഈ ഒരു വാഹനത്തിലും അത്യാവശ്യം കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇത് വൈറ്റ് കളറിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്ത് വെച്ചാണ്. ഗ്രാഫിക്സ് ആഡ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഫോർക്ക് ബൂട്ട് വെച്ചിട്ടുണ്ട്. ഹൈറ്റ് കൂട്ടിയിട്ടുണ്ട്. എക്സോസ്റ്റും നമ്മൾ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഈ വിലക്ക് ഞാൻ പറഞ്ഞല്ലോ, എക്സോസ്റ്റ് ഓപ്പൺ ചെയ്യുക, ഗ്രാഫിക്സ് ആഡ് ചെയ്യുക, ഇതെല്ലാം കൂടെ നിങ്ങൾ സ്റ്റോക്ക് വണ്ടി എടുക്കുന്ന സമയത്ത് ചെയ്യുമ്പോൾ, പുറത്തുനിന്ന് ചെയ്യുമ്പോൾ അത്യാവശ്യം ഇതിനേക്കാൾ നമ്മൾ പറയുന്ന റേറ്റിനേക്കാൾ കൂടുതൽ റേറ്റ് ഉണ്ടാവും, തീർച്ചയായിട്ടും ഉണ്ടാവും. കാരണം ഗ്രാഫിക്സിൽ ആഡ് ചെയ്യുക, കളർ അടിക്കുക,
എൻജിൻ ഗാർഡ് സെറ്റ് ചെയ്യുക, അതുപോലുള്ള സംഭവങ്ങളൊക്കെ ചെയ്ത് വരുമ്പോഴത്തേന് ഏകദേശം നല്ല നമ്മൾ പറയുന്ന റേറ്റിനേക്കാൾ കൂടുതൽ എന്തായാലും വരും. അത് നിങ്ങൾക്ക് അന്വേഷിക്കാം. പിന്നെ എൻജിൻ്റെ കണ്ടീഷനും നമ്മൾ എൻജിൻ വർക്ക് കഴിഞ്ഞ് കണ്ടീഷൻ ആക്കിയിട്ട് നിങ്ങൾക്ക് തരികയാണ്. അപ്പോൾ നമുക്കും റേറ്റ് കുറച്ച് കൂടുതൽ വരുന്നുണ്ട്. അപ്പോൾ നമുക്കത് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് എങ്ങനെ കൊടുക്കാൻ പറ്റുക ആ രീതിയിലാണ് നമ്മൾ ചെയ്തു തരാം കേട്ടോ. അപ്പോൾ ഈ ഒരു വാഹനം നമ്മൾ എൻജിൻ വർക്ക് എടുത്താണ്. ഇപ്പോൾ ഉള്ള നമ്മുടെ കയ്യിലുള്ള വണ്ടികളൊക്കെ നമ്മുടെ ഗ്യാരേജിൽ നിന്ന് നമ്മൾ തന്നെ എൻജിൻ വർക്ക് എടുത്ത വണ്ടികളാണ് ചെയ്തിട്ടുള്ളത്. എൻജിൻ വർക്കിൽ ഉള്ള വണ്ടികൾ നമ്മൾ ഇപ്പോൾ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട്. എൻജിൻ വർക്കുള്ള വണ്ടികളൊക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. പറഞ്ഞിട്ടാണ് കൊടുക്കാറ്. നമ്മളിത് പറയാതെ കൊടുക്കുന്ന സമയത്ത് എന്താ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളത് കൊണ്ടുപോയിട്ട് ഏതെങ്കിലും വർക്ക്ഷോപ്പിൽ കാണിച്ചിട്ട് നിങ്ങൾ അതേപോലെ നമുക്ക് റിട്ടേൺ കൊണ്ടുവരും. അപ്പോൾ നമുക്ക് 2 റിസ്ക്കാണ്. നിങ്ങളെ ആ ഒരു ഇത് ഡീലാക്കാനും കാര്യങ്ങൾക്കൊക്കെ നമുക്ക് റിസ്ക് ആവും. അതേപോലെ തന്നെ നമ്മൾ പറഞ്ഞു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അറിഞ്ഞിട്ടാണ് ആ വണ്ടി എടുത്തതെന്നുള്ള ഒരു ധാരണ നിങ്ങൾക്കും ഉണ്ടാവും, അത് നമുക്കും ഉണ്ടാവും, എല്ലാവർക്കും ബോധ്യം ഉണ്ടാവും. അപ്പോൾ ഈ വണ്ടി നമ്മൾ എൻജിൻ വർക്ക് കഴിഞ്ഞാണ്. എല്ലാ വണ്ടികളും നമ്മൾ പുതിയ എൻജിൻ ഓയിൽ വെച്ചിട്ടാണ് കൊടുക്കുന്നത്. പിന്നെ ഫിനിക്സ് ഷോക്കപ്പ് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. എല്ലാ വണ്ടികൾക്കും നമ്മൾ സീറ്റ് കവർ കാര്യങ്ങളൊക്കെ അടിച്ച് വൃത്തിയാക്കി വെച്ച വണ്ടികളാണ്. ബാർ ഹാൻഡിൽ വെച്ചിട്ടുണ്ട്, ഹൈറ്റ് കൂട്ടിയിട്ടുണ്ട്, ഫോർക്ക് ബൂട്ട് വെച്ചിട്ടുണ്ട്, എൻജിൻ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. എൻജിൻ വർക്ക് വെറുതെ അങ്ങനെ ചെയ്യുന്നതല്ല. എൻജിൻ വർക്കിൻ്റെ ഗിയർ ബോക്സിൻ്റെ ഡ്രമ്മ്, അതേപോലെ തന്നെ ക്ലച്ച് ഡിസ്ക്, പ്രഷർ പ്ലേറ്റ്, ഈ സംഭവങ്ങളെല്ലാം ടൈമിംഗ് ചെയിൻ അടക്കം നമ്മൾ മാറിയിട്ടാണ് നമ്മൾ സെറ്റാക്കി കൊടുക്കുന്നത്. അതുകൊണ്ടാണ് വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് എഞ്ചിൻ്റെ നോയ്സ് കാര്യങ്ങളൊക്കെ പക്കായിട്ട് നമ്മൾ വണ്ടി എടുക്കുന്ന സമയത്ത് കിട്ടുന്നത്. ആളുകൾ നമ്മൾ പറയുന്നതാണ് പല വണ്ടികളും പോയി നോക്കി എഞ്ചിൻ നോയ്സ് ഉണ്ടായതുകൊണ്ട് ഒഴിവാക്കിയാണ് ഇപ്പോഴാണ് വണ്ടി കിട്ടിയത്, നല്ല വണ്ടി കിട്ടിയത് എന്നുള്ളത്. അങ്ങനെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പുകയറ്റി പറയുന്നതൊന്നല്ല. ഓക്കെ, അപ്പോൾ KL 03G 1346 വരുന്ന നല്ല വണ്ടി, ഒന്നും പറയാനില്ല, എടുക്കുക ഓടിക്കുക, അത്രയേ ഉള്ളൂ. അപ്പോൾ ആസ്കിങ് പ്രൈസ് എന്ന് പറയുന്നത് സെയിം 46,500 ഇപ്പോൾ ഇതിൽ റേറ്റ് കൂടാനുള്ളൊരു കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് അത്യാവശ്യം പേപ്പറുള്ളൊരു വണ്ടിയാണ്. 2027 ലാസ്റ്റ് വരെ പേപ്പർ ഉണ്ട്. അത് സിംഗിൾ ഓണർ വണ്ടിയാണ്. ഇത് 2027 പേപ്പർ ഉണ്ട്. ഇതിൽ കുറച്ചും കൂടെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. നല്ല വൃത്തിയുള്ള വണ്ടിയാണ്, ഓടിക്കാനും പക്കയാണ്. നിങ്ങൾ വന്ന് വണ്ടി ഓടിച്ച് നോക്കുക, ഇഷ്ടപ്പെട്ടാൽ മാത്രം നിങ്ങൾ എടുത്താൽ മതി. നമ്മൾ ആരും ഫോഴ്സ് ചെയ്തിട്ട് കാര്യമില്ല. നിങ്ങളാണ് വണ്ടി എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ വന്ന് വണ്ടി ഓടിച്ച് നോക്കുക, അത്യാവശ്യം കിലോമീറ്റേഴ്സൊക്കെ ഓടിച്ച് നോക്കുക. ഫ്രണ്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവരെ കൂട്ടി വരിക. നമുക്കതിന് സന്തോഷമേ ഉള്ളൂ, കാരണം നിങ്ങൾ നോക്കിയെടുക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഡീലിങ്ങും കാര്യങ്ങളൊക്കെ പക്കായിട്ട് ചെയ്യാനായിട്ട് പറ്റും. അടുത്ത വണ്ടിയിലേക്ക് പോകാം. അടുത്ത വണ്ടി 2001 മോഡൽ വണ്ടിയാണ്. ഇതിനെ കൊണ്ട് പറഞ്ഞ പോലെ തന്നെ 2027 ലാസ്റ്റ് വരെ ഈ വണ്ടി പേപ്പർ ഉണ്ട്. ബാർ ഹാൻഡിൽ കസ്റ്റം ഗ്രാഫിക്സ് ഗ്രീൻ കളർ നമ്മൾ അടിച്ചിട്ടുണ്ട്, ഹൈറ്റ് കൂട്ടിയിട്ടുണ്ട്, ഫോർക്ക് ബൂട്ട് വെച്ചിട്ടുണ്ട്. എക്സോസ്റ്റ് നോർമലാണ്. നിങ്ങൾക്ക് എക്സോസ്റ്റ് ഓപ്പൺ ചെയ്തത് വേണമെന്നുണ്ടെങ്കിൽ അത് നമ്മൾ വെച്ച് തരും, അത് തന്നെ തുറന്നിട്ട് തരും. പിന്നെ 2 ടയറും കാര്യങ്ങളൊക്കെ അത്യാവശ്യം ഓടാനുള്ള ഒരു 60% ടയർ കാര്യങ്ങളൊക്കെ ഉണ്ട്. എൻജിൻ വർക്ക് നമ്മൾ ചെയ്തിട്ടുള്ളതാണ്. പുതിയ ഓയിൽ വെച്ച് ക്ലച്ച് ഡിസ്ക് മാറി, പ്രഷർ പ്ലേറ്റ് മാറി, ടൈമിംഗ് ചെയിൻ മാറി, എല്ലാം മാറി സെറ്റാക്കിയ വണ്ടിയാണ്. വണ്ടി എടുക്കുക ഓടിക്കുക എന്നുള്ള മൈൻഡുള്ള വണ്ടി. അപ്പോൾ ഇതിനെ ചോദിക്കുന്ന വില എന്ന് പറയുന്നത് ഒരു 43,500 ആ റേഞ്ചൊക്കെ വരുള്ളൂ. 27 വരെ പേപ്പർ ഉണ്ട്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ല കണ്ടീഷനുള്ള വണ്ടി. ഇതിൻ്റെ നമ്പർ പ്ലേറ്റ് നമ്മൾ പുതിയ അടിച്ചു തരും. നമ്മുടെ അർജൻറ്റായിട്ട് കയറ്റിയൊരു വണ്ടിയാട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് നമ്പർ പ്ലേറ്റ് നമ്മൾ പുതിയത് ഫ്രണ്ടിൽ അടിച്ചു തരും. അപ്പോൾ 43,500 ചോദിക്കുന്ന വില. നിങ്ങൾ വരിക, വണ്ടി ഓടിക്കുക, എടുക്കുക. ഈ വണ്ടിക്ക് നമ്മൾ ഫൈനൽ റേറ്റ് ആട്ടോ 43,500. നമുക്ക് അത്യാവശ്യം വില ആയിട്ടുണ്ട് എൻജിൻ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തു വന്നപ്പോൾ. അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് വിളിക്കുക. നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പേഴ്സ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇൻസ്റ്റാഗ്രാം പേജ് കാര്യങ്ങൾ ഒരുപാട് ആളുകൾ ഫോളോ ചെയ്യാത്തതുണ്ട്. നിങ്ങൾ ഫോളോ ചെയ്യുക, മസ്റ്റായിട്ട് ഫോളോ ചെയ്യുക. പിന്നെ വിളിക്കുന്ന സമയത്ത് നിങ്ങൾ രാവിലെ ഒരു 9 മണി മുതൽ രാത്രി ഒരു 11 മണി വരെ വിളിക്കാനായിട്ട് ശ്രമിക്കുക. ഇല്ലെങ്കിൽ നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക. ഒരുപാട് ആളുകൾ മെസ്സേജ് നോക്കുന്നില്ല, അതേപോലെ നമ്പർ എടുക്കുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട്. നമ്പർ നിങ്ങൾ 1 ടൈം അടിക്കാതിരിക്കുക. 2-3 പ്രാവശ്യം നിങ്ങൾ കോൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും അറ്റൻഡ് ചെയ്യും. നമ്മൾ പല വർക്കുകളായിട്ട് ചിലപ്പോൾ അർജൻറ്റ് കേസുകളൊക്കെ ഉണ്ടാവാറുണ്ട്, ബിസി ആയിരിക്കും ചിലപ്പോൾ. അപ്പോൾ അതുകൊണ്ടാണ് എടുക്കാതെ. 3 പ്രാവശ്യമൊക്കെ മിസ് കോൾ വേണമെങ്കിൽ തീർച്ചയായിട്ടും അങ്ങോട്ടും വിളിക്കാറുണ്ട്. അപ്പോൾ ഇനി നമുക്ക് അടുത്ത വണ്ടി നോക്കാം. ഇത് യൂറോ 1 വണ്ടികളാണ്. യൂറോ 1 തപ്പി നടക്കുന്നുണ്ടെങ്കിൽ, നല്ല കണ്ടീഷനുള്ള യൂറോ 1 തപ്പി നടക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു വണ്ടി എടുക്കാം. KL 08 വരുന്ന തൃശ്ശൂർ രജിസ്ട്രേഷൻ വരുന്ന നല്ല അടിപൊളി കണ്ടീഷൻ വരുന്ന വണ്ടി. 1997 മോഡലാണ്. 2027 ലാസ്റ്റ് വരെ പേപ്പർ ഉണ്ട്. പുതിയ ഇൻഷുറൻസ് ഉണ്ട്, ടാക്സ് ഫിറ്റാണ്, എല്ലാം ഫിറ്റായിട്ടുള്ള പക്ക കണ്ടീഷനുള്ള വണ്ടി. ഇതിൽ നമ്മൾ ടിസ്റ്റർ മർഗാഡ് എടുത്തിട്ടുണ്ട്. 2.5 ഹൈറ്റ് കൂട്ടിയിട്ടുണ്ട്. മീറ്റർ അടക്കം പക്ക വർക്കിംഗ് ആണ്.
പെയിൻറ്റ് നമ്മൾ അടിച്ചിട്ടുണ്ട്. എഞ്ചിന് ചേസ് പെയിൻറ്റ് അടിച്ചിട്ടില്ല. എഞ്ചിന് അതുപോലെ തന്നെ ചേസും കാര്യങ്ങളൊക്കെ അത്യാവശ്യം വൃത്തിക്കായതുകൊണ്ട് നമ്മൾ അത് അടിച്ചിട്ടില്ല. പിന്നെ ടാങ്ക്, സൈഡ് വെയർ, മറുകാട്, ബാക്കിലത്തെ പാനൽ, ഫ്രണ്ടിലത്തെ പാനൽ കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്തിട്ടുണ്ട്. പെയിൻറ്റ് അടിച്ച് വൃത്തിയാക്കിയിട്ടുണ്ട്. ബാർ ഹാൻഡിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. RXZ ഇൻഡിക്കേറ്റേഴ്സ് നിങ്ങൾക്ക് കാണാം. 2 ടയറും ഒരു 70% ടയർ ഉണ്ട്. നമ്മൾ കൊടുക്കുന്ന വണ്ടികൾക്കൊക്കെ അത്യാവശ്യം ടയറുള്ള വണ്ടികളാണ് നമ്മൾ കൊടുക്കാറുള്ളത് കേട്ടോ. അപ്പോൾ നിങ്ങൾ കൊണ്ടുപോയിട്ട് പിന്നെ ടയർ മാറ്റേണ്ട ആവശ്യമൊന്നുമില്ല. 97 മോഡൽ Euro 1 നല്ല പൊട്ടുള്ള വണ്ടി നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വണ്ടി നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. വണ്ടിയുടെ സൗണ്ട് ജസ്റ്റ് ഒന്ന് കേൾപ്പിച്ചു തരാം. അപ്പോൾ ഇങ്ങനെയാണ് സൗണ്ട് വരുന്നത്. വണ്ടി ഓവർഫ്ലോ ആയിട്ടാണ് ചെറിയൊരു മിസ്സിങ് കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ വന്ന് വണ്ടി ഓടിച്ച് നോക്കുക. നല്ല പൊട്ട് സൈലൻസറുള്ള ഒറിജിനൽ സൈലൻസറുള്ള വണ്ടി. സെക്കൻഡ് ഓണർഷിപ്പിലോ തേർഡ് ഓണർഷിപ്പിലോ എന്തോ ആണ് വണ്ടി എടുക്കുന്നത്. പിന്നെ പ്രത്യേകം പറയേണ്ട കാര്യം, ഒരുപാട് ആളുകൾ ഓണർഷിപ്പ് ചോദിക്കാറുണ്ട്. RX, സ്പ്ലെൻഡർ പോലുള്ള പഴയ വണ്ടികൾ നിങ്ങൾ ഓണർഷിപ്പ് നോക്കിയിട്ട് എടുക്കാതിരിക്കുന്നതാവും നല്ലത്. പിന്നെ അത്രയ്ക്ക് തന്നെയാണ് ഇതിന് നോക്കാനുള്ളത്. മെയിനായിട്ട് എഞ്ചിൻ്റെ കണ്ടീഷൻ, പുക വരുന്നുണ്ടോ, ക്രാങ്ക് ബിസിന് പണിയുണ്ടോ, അങ്ങനത്തെ പ്രശ്നങ്ങൾ നോക്കുക, ക്ലച്ച് നോക്കുക, ഇതൊക്കെയാണ് മെയിനായിട്ട് നോക്കേണ്ടത്. അത് നിങ്ങൾക്ക് നോക്കാൻ അറിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഷോപ്പിൽ വരുന്ന സമയം നമ്മൾ തന്നെ പറഞ്ഞു തരും. നമ്മൾ പറഞ്ഞു തന്ന് മനസ്സിലാക്കിയിട്ടാണ് ഇവിടുന്ന് വണ്ടി കൊടുക്കാറുള്ളത്. ഓക്കെ, ഇത് യൂസ് ചെയ്യേണ്ട കാര്യങ്ങളും ഇതിൽ വരുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, മിസ്സിങ് വരുന്ന സമയത്ത് എന്താണ് ചെയ്യേണ്ടത്, ഇതൊക്കെ നമ്മൾ പറഞ്ഞു കൊടുത്തിട്ടാണ് നിങ്ങൾക്ക് വണ്ടി തരാം. ഓക്കെ, അപ്പോൾ 97 മോഡൽ 2027 ലാസ്റ്റ് വരെ പേപ്പർ ഫിറ്റ് ആയിട്ടുള്ള നല്ല അടിപൊളി കണ്ടീഷനുള്ള ഹീറോ ഹോണ്ട സ്പ്ലെൻഡർ Euro 1 വണ്ടി നമുക്കൊരു ഇതിന് ഒരു 46,500 ആ റേഞ്ചിലൊക്കെ നമുക്ക് വണ്ടി കൊടുക്കാം. അത്യാവശ്യം നല്ല വണ്ടിയാണ്. ഒരു 46,500 രൂപയ്ക്ക് കിട്ടിയാൽ 46,500 നമുക്ക് ഈ ഒരു വാഹനം സെറ്റാക്കി തരാം. വണ്ടി ഓടിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എല്ലാ വണ്ടികളും നിങ്ങൾക്ക് വണ്ടി എടുക്കും. നിങ്ങൾ വണ്ടി വന്ന് ഓടിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വണ്ടി എടുക്കും. അത്രയും കണ്ടീഷനിലാണ്, വെറുതെ പറയുന്നതല്ല. വീഡിയോ റീച്ച് ആവാനോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സംഭവം ഇവിടെ ഇല്ല. നിങ്ങൾ വന്ന് വണ്ടി ഓടിക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വണ്ടി ഇഷ്ടപ്പെടും. അത് 100% ഗ്യാരണ്ടിയാണ്. ഓക്കെ, അടുത്ത വണ്ടിയിലേക്ക് പോകാം. KL 08 BF. ഇതും Euro 1 വണ്ടിയാണ്. മോഡിഫിക്കേഷൻ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞുതരാം. നമ്മളിതിലൊരു പർപ്പിൾ ടച്ച് വരുന്ന ഒരു കളർ നമ്മൾ പെയിൻറ്റ് അടിച്ചിട്ടുണ്ട്. ഗ്രാഫിക്സ് ആഡ് ചെയ്തിട്ടുണ്ട്. ബാർ ഹാൻഡിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. 3 ഇഞ്ച് ഹൈറ്റ് കൂട്ടിയിട്ടുണ്ട്. ഫോർക്ക് ബൂട്ട് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. എഞ്ചിൻ വർക്ക് നമ്മൾ റീസെൻ്റ്ലി എടുത്തിട്ടുള്ളതാണ്. ഓപ്പൺ ചെയ്തിട്ടുള്ള സൈലൻസർ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ SDVയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ചെയിൻ സ്പോക്കറ്റ് നമ്മൾ പുതിയത് ഇട്ടുതരും. ചെയിൻ സ്പോക്കറ്റിന് ചെറിയൊരു കംപ്ലയിൻസ് കാണിക്കുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ പുതിയ ഇട്ടുതരും. എഞ്ചിൻ വർക്കും ഓയിലും കാര്യങ്ങളൊക്കെ മാറി 2026 ലാസ്റ്റ് വരെ പേപ്പർ ഫിറ്റാണ്. അതേപോലെ തന്നെ ഈ വണ്ടിയിൽ Euro 1 വണ്ടിയാണ്. Euro 1 നമുക്ക് അത്യാവശ്യം മോഡിഫിക്കേഷൻ ചെയ്തിട്ടുള്ളൊരു വണ്ടി നോക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വാഹനം നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ഇതിന് റേറ്റ് വരുന്നത് ഈ വണ്ടിനെ കൊണ്ട് പറഞ്ഞ പോലെ തന്നെ 46,500 രൂപയാണ് നമ്മൾ ഈ ഒരു വണ്ടിക്ക് ചോദിക്കുന്ന വില. അതിൽ കുറേ ഉണ്ടാവില്ല കേട്ടോ. തീർച്ചയായിട്ടും ആ റേറ്റ് കിട്ടണമെന്നാണ്. കാരണം നമ്മൾ ഇത്രയും സംഭവങ്ങൾ ഈ ഒരു വാഹനത്തിൽ ചെയ്തതാണ്. നിങ്ങൾ ഈ ഒരു സ്റ്റോക്ക് വണ്ടി എടുത്തിട്ട് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ അത്യാവശ്യം റേറ്റ് ഇതിനേക്കാൾ വരും. അടുത്ത വണ്ടിയിലേക്ക് പോകാം. ഫുള്ളി മോഡിഫൈഡ് ആയിട്ടുള്ള ഡിസ്ക് ഉൾപ്പെടെ ചെയ്തിട്ടുള്ളൊരു വണ്ടി KL 04 വരുന്ന നല്ല കണ്ടീഷനുള്ള. ഇപ്പോൾ റീസെൻ്റ്ലി നമ്മൾ 3 വണ്ടിയാണ് നമ്മൾ ഒരൊറ്റ ദിവസം കൊണ്ട് എൻജിൻ വർക്ക് എടുത്തത്. ഒറ്റ ദിവസം കൊണ്ട് നമ്മൾ 3 എൻജിൻ വർക്ക് എടുത്തിട്ടുണ്ട്. നമ്മുടെ ഷോപ്പിൻ്റെ ഇനാഗ്രേഷൻ്റെ ഭാഗമായിട്ട് ഫാസ്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് എടുത്താട്ടോ. അപ്പോൾ അത്രയും കണ്ടീഷനുള്ള വണ്ടി. 2007 മോഡൽ 2027 ലാസ്റ്റ് വരെ പേപ്പർ ഫിറ്റ് ആയിട്ട് വണ്ടി. ഇൻഷുറൻസ് ഇല്ല. ഇൻഷുറൻസ് നമ്മൾ പുതിയത് എടുത്തുതരും. ബാക്കിയുള്ളതൊക്കെ കണ്ടീഷനാണ്. ജസ്റ്റ് ഒന്ന് സൗണ്ട് കേൾപ്പിച്ചു തരാം. Euro 1 സൈലൻസർ നമ്മൾ ചെയ്തിട്ടുള്ളതാണ്. വണ്ടിയുടെ സൗണ്ട് കേട്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും വണ്ടിയുടെ എൻജിൻ നോയ്സ് കാര്യങ്ങളുണ്ടോ, പിസ്റ്റൺ വർക്ക് ഉണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ. പിസ്റ്റൺ വർക്ക് നിങ്ങൾ നോക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ പിസ്റ്റൺ വർക്ക് എടുത്തുള്ള വണ്ടികൾ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ പിസ്റ്റൺ വർക്ക് ഇല്ല എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഹെഡിൽ കാണുന്ന പാക്കിങ് കാര്യങ്ങളൊക്കെ മാറിയിട്ടുണ്ടോ, സിലിണ്ടറിൻ്റെ പാക്കിങ് മാറിയിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങൾ ചെക്ക് ചെയ്യുക. അതേപോലെ തന്നെ ഓയിൽ ചെക്ക് ചെയ്യുക. സൈലൻസറിൻ്റെ ഉള്ളിൽ നിന്ന് ഓയിലിൻ്റെ അംശങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യുക. അവരോട് ചോദിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ പിസ്റ്റൺ വർക്ക് കഴിഞ്ഞിട്ടുള്ള വണ്ടികളുടെ സൈലൻസറിനുള്ളിൽ ചിലപ്പോൾ പഴയ ഓയിൽ ഇരിക്കാറുണ്ട്. അതൊന്ന് കത്തിപ്പോവും. അല്ലെങ്കിൽ 5 ദിവസം ഓടിച്ച് കഴിഞ്ഞാൽ കത്തിപ്പോവും. അതല്ലാതെ സ്മോക്ക് വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ പിസ്റ്റൺ വർക്ക് ചെയ്തിട്ടില്ല എന്നാണ് അർത്ഥം. അപ്പോൾ അതൊന്ന് ചെക്ക് ചെയ്യുക.
പിന്നെ ടാങ്ക്, പെട്രോൾ ടാങ്ക് കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക, ക്ലച്ച് ഡിസ്ക് ചെക്ക് ചെയ്യുക, അങ്ങനത്തൊക്കെയാണ് മെയിനായിട്ട് ചെക്ക് ചെയ്യേണ്ടത്. ഇതിൽ നമ്മൾ ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. ഗ്രാഫിക്സ് ബ്ലാക്കിൽ നമ്മൾ ഒരുപാട് ആളുകൾ ചോദിക്കുന്നതാണ് ബ്ലാക്കിൽ ഗ്രാഫിക്സ് ചെയ്ത വണ്ടി ഉണ്ടോ എന്നുള്ളത്. അപ്പോൾ ഒരു 5-6 വണ്ടി വേറെ കയറാനുണ്ട് കേട്ടോ ഗ്രാഫിക്സ് ചെയ്ത വണ്ടികൾ. അപ്പോൾ ഇത് നമ്മൾ കസ്റ്റം വർക്ക് ചെയ്താണ്. ബ്ലാക്ക് ഗ്രാഫിക്സ് ചെയ്തിട്ടുണ്ട്, നല്ല വൃത്തിക്ക് പെയിൻറ് അടിച്ചിട്ടുണ്ട്, എൻജിൻ കാർഡ് സെറ്റ് ആക്കിയിട്ടുണ്ട്, അതേപോലെ തന്നെ ഡിസ്ക് വെച്ചിട്ടുണ്ട്. ഫ്രണ്ടിലും അത്യാവശ്യം നല്ല ബൾക്കി ആയിട്ടുള്ള ടയർ കൊടുത്തിട്ടുണ്ട്, SGVയിൽ കൊടുത്തിട്ടുണ്ട്, ഫിനിക്സ് ഷോക്ക് ചെയ്തിട്ടുണ്ട്, ചെയിൻ സ്പോക്കറ്റും മാറിയതാണ്, യൂറോ 1 സൈലൻസർ ആഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ചെയ്തിട്ടുള്ള പക്കാ കണ്ടീഷനിലൊരു വണ്ടി. ഇത് നമ്മൾ ചോദിക്കുന്ന വില എന്ന് പറയുന്നത് 56,500 രൂപയാണ് ചോദിക്കുന്നത്. ഇത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് നെഗോഷ്യബിൾ ആണ്. നിങ്ങൾ നമ്മുടെ കസ്റ്റമറാണ്, നിങ്ങൾ നമ്മുടെ സബ്സ്ക്രൈബറാണ്, വീഡിയോസ് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരാളാണ് നിങ്ങൾ പറയാം, തീർച്ചയായിട്ടും നമ്മൾ നല്ല രീതിയിൽ ചെയ്തു തരും. നല്ല കണ്ടീഷനുള്ള വണ്ടിയാണ്. വണ്ടി ഓടിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾ വണ്ടി എടുക്കും, അത്രയും കണ്ടീഷനാണ്. കാരണം ഞാനിത് പറയാൻ കാരണം ഇതിൻ്റെ എഞ്ചിൻ വർക്ക് ഞാൻ എടുത്തതായതുകൊണ്ടാണ്. എനിക്കറിയാം ഈ വണ്ടി ഓടിച്ചു കഴിഞ്ഞാൽ ഞാൻ അത് 2 ദിവസം ഓടിച്ച വണ്ടിയാണ്. അപ്പോൾ അതുകൊണ്ട് എഞ്ചിൻ വർക്കും ഞാൻ തന്നെയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ വണ്ടി അത്രയും കണ്ടീഷനിലാണ് ഇവിടെ എത്തിച്ചിട്ടുള്ളത് കേട്ടോ. പിന്നെ ഈ വണ്ടിയും നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ട് മാത്രമേ ഇട്ടിട്ടുള്ളൂ. നിങ്ങൾ ആരാണോ വണ്ടി എടുക്കാൻ വരുന്നത് അവരായിരിക്കും ഈ വണ്ടി എന്ത് ചെയ്യുക, ഓടിക്കുന്ന ഫസ്റ്റ് വ്യക്തി. പറഞ്ഞ പോലെ വണ്ടി എടുക്കുക, ഓടിക്കുക. ഈ വണ്ടി വന്ന് ഓടിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾ എടുക്കും. അതേപോലെ തന്നെ പിസ്റ്റൺ വർക്ക് കഴിഞ്ഞിട്ട് ഓടിച്ചിട്ടില്ല 40 കിലോമീറ്റർ വരെ സ്പീഡിൽ ഓടിക്കുക. 40, 35, 40 ആ ഒരു റേഞ്ചിൽ നിങ്ങൾ 1500 കിലോമീറ്റർ ഓടിക്കുക. അതിനുശേഷം പുതിയ എഞ്ചിൻ ഓയിൽ ഒഴിക്കുക. എപ്പോഴും എഞ്ചിൻ ഓയിൽ ഒഴിക്കുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഒരു 3000 കിലോമീറ്റർ കിട്ടുന്ന ഒരു എഞ്ചിൻ ഓയിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എവിടെ നിന്നാണോ എഞ്ചിൻ ഓയിൽ വാങ്ങുന്നത് അവരോട് ചോദിക്കുക എത്ര കിലോമീറ്ററിലാണ് മാറ്റേണ്ടതെന്നുള്ളത്. അവരോട് 3500 പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ 3000 ചേഞ്ച് ചെയ്യുക, കറക്റ്റ് 3000 ചേഞ്ച് ചെയ്യുക. എന്നാൽ എഞ്ചിന് ഒരു പ്രശ്നം ഉണ്ടാവില്ല. പിന്നെ സ്പ്ലെൻഡർ എടുക്കുന്ന സമയത്ത് നിങ്ങൾ എടുക്കുന്ന സമയത്ത് എല്ലാ ദിവസവും നമ്മൾ ഇവിടുന്ന് പറഞ്ഞു കൊടുക്കുന്ന കാര്യം നിങ്ങൾക്ക് പറഞ്ഞു കേട്ടോ. എല്ലാ ദിവസവും നിങ്ങൾ എന്ത് ചെയ്യുക, ഈ 2 പാക്കിങ്ങിൻ്റെ സൈഡ് ഉണ്ടാവും. ഇവിടെ ക്ലച്ച് പാക്കിങ് വരും, അപ്പുറത്തെ സൈഡിൽ ഗിയറിൻ്റെ ഷാഫ്റ്റിൻ്റെ ഓയിൽ സീൽ വരും. ഇതാണ് മെയിനായിട്ട് ഇതിന് ഓയിൽ ലീക്കിൻ്റെ പ്രശ്നങ്ങൾ വരിക. ഹെഡ്, അതുപോലെ തന്നെ സിലിണ്ടർ, ഇതൊക്കെ അത്യാവശ്യം ഡാമേജ് ആവുന്ന സമയത്ത് ലീക്ക് അവിടെ നിന്ന് വരുള്ളൂ. അപ്പോൾ ഈ 2 സൈഡിൽ നിന്നും എപ്പോഴും ലീക്ക് വരുന്നുണ്ടോ, സൈഡ് ഇട്ടുന്ന രാവിലെ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുക. 2 സൈഡിൽ എവിടെയെങ്കിലും നിലത്ത് ഒറ്റിക്കെടുക്കുന്നുണ്ടോ എന്നുള്ള കാര്യം ചെക്ക് ചെയ്യുക. ഉണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നിങ്ങൾ വർക്ക്ഷോപ്പിൽ കാണിച്ചിട്ട് അത് ക്ലിയർ ചെയ്ത് വിടുക. ഇത് ക്ലിയർ ചെയ്യാത്ത സമയത്താണ് നിങ്ങൾക്ക് അത് എഞ്ചിൻ വർക്കിലേക്ക് വരിക. അതേപോലെ തന്നെ ഓയിൽ ഇല്ലാതെ ഓടിക്കുന്ന സമയത്തും എഞ്ചിൻ വർക്ക് വരും, ഓയിൽ മാറാതെ ഉപയോഗിക്കുന്ന സമയത്തും എഞ്ചിൻ വർക്ക് വരും. അടുത്ത വണ്ടി നമുക്കൊരു മാക്സ് 100 ഉണ്ട്, KL 08N വരുന്ന മാക്സ് 100. RXൻ്റെ സൈലൻസർ ഉദ്ദേശിക്കുന്ന ആരെങ്കിലും, RXൻ്റെ സൗണ്ട് ഉദ്ദേശിക്കുന്ന ആരെങ്കിലും വണ്ടി ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു വണ്ടി എടുക്കാം. സൈലൻസർ നമ്മൾ സൂട്ടാക്കി കൊടുത്താണ്. അപ്പോൾ സൗണ്ട് ഇപ്പോൾ കേൾപ്പിക്കാൻ ചാൻസ് ഇല്ല, കാരണം എന്നാലും ഇതിൻ്റെ CDI നമ്മൾ ഊരിയിട്ടുണ്ട്. വേറൊരു പയ്യൻ നമ്മുടെ ഷോപ്പിലേക്ക് വരാനുള്ളൊരു പയ്യൻ ഉണ്ടായിരുന്നു. നിങ്ങൾ കഴിഞ്ഞ വീഡിയോയിലുണ്ടോ നമ്മളൊരു മോഡിഫൈഡ് വണ്ടിൻ്റെ ഒരു വീഡിയോ ഇട്ടില്ലേ, അപ്പോൾ ആ വണ്ടിയുടെ പയ്യൻ്റെ CDI പ്രശ്നം വന്ന സമയത്ത് നമ്മളിതിൻ്റെ CDI നമുക്ക് കൊടുത്തിട്ട് ആ വണ്ടി കൂടെ എത്തിച്ചാട്ടോ. അപ്പോൾ നല്ല വണ്ടി, യാതൊരു രീതിയിലുള്ള പ്രശ്നങ്ങൾ കാര്യങ്ങളൊന്നുമില്ല. എഞ്ചിൻ വർക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുള്ള വണ്ടിയാണ്. അതേപോലെ തന്നെ മീറ്റർ വർക്കിംഗ് ആണ്. മീറ്റർ ഒരുപാട് ആളുകൾ ചോദിക്കുന്നതാണ് മാക്സിൻ്റെ മീറ്റർ വർക്കിംഗ് ആക്കി തരുമോ എന്നുള്ളത്. മീറ്റർ വർക്കിംഗ് ആണ്. ഡിസ്ക് ആഡ് ചെയ്തിട്ടുണ്ട്, യൂണിക്കോൺ ഡിസ്ക് ഉണ്ട്, ബാക്കിൽ SD ഉണ്ട്, മോട്ടോഡി ഉണ്ട്. അതേപോലെ തന്നെ അത്യാവശ്യം മൈലേജ് ഉള്ള വണ്ടിയാണ്. ക്രാഷ് ഗാർഡ് ഉണ്ട്, ബാക്കിൽ ക്രാഷ് ഗാർഡ് നമ്മൾ ഹൈറ്റ് കൂട്ടിയ ക്രാഷ് ഗാർഡ് വെച്ചിട്ടുണ്ട്, സീറ്റ് കവർ കാര്യങ്ങളൊക്കെ അടിച്ചിട്ടുണ്ട്, ടാങ്ക് കാര്യങ്ങളൊക്കെ വൃത്തിയുണ്ട്. ഈ വണ്ടി നല്ല പവറുള്ള വണ്ടിയാണ്. ഓടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പറയും നല്ല പവർ ഉണ്ട് എന്നുള്ള കാര്യം. അപ്പോൾ എൻജിൻ നോയ്സോ കാര്യങ്ങളോ ഒന്നുമില്ല. പിന്നെ എല്ലാ 2 സ്ട്രോക്കിനും, ഒട്ടുമിക്ക 2 സ്ട്രോക്കിനും ക്ലച്ച് ബെല്ല് അടിക്കും. അത് പിന്നെയും നമ്മൾ 120 രൂപയുടെ ഒരു കേസുള്ളൂ ക്ലച്ച് ബെല്ല് അടിക്കണേന്. ലെയ്ത്ത് കൊണ്ടുപോയിട്ട് ഒന്ന് സർവീസ് ചെയ്യുക എന്നുള്ളതാണ്. ഒരു ലേബറും കൂട്ടിയിട്ട് ഒരു 300 രൂപേൻ്റെ ഉള്ളിൽ എന്തായാലും ക്ലച്ച് ബെല്ല് റെഡിയാക്കി കിട്ടും മാക്സ് 100ൻ്റെ ഒക്കെ. അപ്പോൾ വർക്ക് അറിയുന്ന ആളുകളെടുത്ത് ഈ സംഭവം കൊണ്ടുപോയി കൊടുക്കുക എന്നുള്ളതാണ് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം. അപ്പോൾ ഇതിന് ചെറിയൊരു ക്ലച്ച് ബെല്ലിൻ്റെ എല്ലാ വണ്ടികൾക്കും ഉണ്ടാവാറുണ്ട്. ക്ലച്ച് ബെല്ല് ചെറുതായിട്ട് അടിക്കുന്നുണ്ട്. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. തീർച്ചയായിട്ടും നിങ്ങൾക്ക് വണ്ടി ഇഷ്ടമാവും. RXൻ്റെ സൗണ്ടാണ്, സൗണ്ട് കേൾപ്പിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് നമ്മൾ ആ സൗണ്ട് വിട്ടു കേട്ടോ. 65,000 രൂപയാണ് നമ്മൾ ഈ ഒരു വാഹനത്തിന് ചോദിക്കുന്നത്. KL 08 വരുന്ന 2028 ലാസ്റ്റ് വരെ പേപ്പർ ഫിറ്റാണ്. 28 അല്ല 29 വരെ പേപ്പർ ഫിറ്റാണ്. കണ്ടീഷൻ അത്രയും കണ്ടീഷനാണ് വണ്ടി. ഓക്കെ, അടുത്ത വണ്ടി നമുക്ക് സാമ്രായി ആണ്. സാമ്രായി വണ്ടി നമ്പർ പ്ലേറ്റ് നമുക്ക് അടിക്കാനുണ്ട്. ഇതും നമ്മൾ ചെയ്തിട്ടുള്ള വണ്ടി തന്നെയാണ്. ഷോഗൻ്റെ സ്റ്റിക്കർ കിറ്റ് ചെയ്തിട്ടുണ്ട്, ബാക്ക് ഹൈറ്റ് കൂട്ടിയിട്ടുണ്ട്, RXൻ്റെ സൈലൻസർ വെച്ചിട്ടുണ്ട്, കസ്റ്റം ചെയ്തിട്ടുണ്ട് ഫ്രണ്ടിൻ്റെ ഡൂം. അതേപോലെ തന്നെ വൈസർ ഷോഗൺ ലുക്കിലേക്ക് വണ്ടി കൺവേർട്ട് ചെയ്താണ്. ഷോഗൻ്റെ സ്റ്റിക്കർ കിറ്റ് ആഡ് ചെയ്തിട്ടുണ്ട്. ഹെഡ് നമ്മൾ ഗോൾഡനിൽ പെയിൻറ്റ് അടിച്ചിട്ടുണ്ട്. RDയുടെ ടെയിൽ ലൈറ്റ്, കരിയർ കാര്യങ്ങൾ മാറിയിട്ടുണ്ട്. ബാർ ഹാൻഡിലുണ്ട്, കിക്ക് ത്രോട്ടിലുണ്ട്. അത്യാവശ്യം നല്ല വൃത്തിയുള്ള വണ്ടി. ക്രാഷ് കാർഡ് നമ്മൾ RXൻ്റെ ആക്കിയിട്ടുണ്ട്. RXൻ്റെ സെയിം സൗണ്ട്, 100ൻ്റെ ഒക്കെ ഏകദേശം ആ ഒരു സൗണ്ടാണ് വണ്ടിയിലുള്ളത്. എഞ്ചിൻ വർക്ക് കഴിഞ്ഞിട്ടാണ് ക്ലച്ച് ബെല്ലടക്കം നമ്മൾ സെറ്റാക്കിയതാട്ടോ.
അപ്പോൾ ക്ലച്ച് വെൽഡ് കാര്യങ്ങളൊക്കെ സെറ്റാക്കിയതാണ്. എഞ്ചിൻ വർക്ക് കഴിഞ്ഞാണ് അത്. ഈ വണ്ടിനെ കൊണ്ട് പറഞ്ഞ പോലെ തന്നെ 2 വണ്ടിയും നല്ല പവറുള്ള വണ്ടിയാണ്. വണ്ടി ഓടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പവർ ഉണ്ട് എന്ന് പറയും, തീർച്ചയായും വെറുതെ പറയുന്നതല്ല, ഡീറ്റെയിൽസ് ആണെന്ന് പറഞ്ഞത്. ഇനി നമുക്കൊരു ഇമ്പൾസ് ഉണ്ട് നമ്മുടെ കയ്യിൽ. ഇമ്പൾസ് റീവണ്ടിയാണ്, കാൽക്ക് പടുത്താക്കിയതാണ്. പിന്നെ ഇത് വൃത്തിയാക്കാനുണ്ട്, നേരെ നമ്മുടെ ഷോപ്പിലേക്ക് കയറ്റിയിട്ടാട്ടോ. വാഷിംഗ് ഉണ്ട്, പെയിൻറ്റിങ് കഴിഞ്ഞിട്ടുള്ള വണ്ടിയാണ്. അതേപോലെ തന്നെ സൈലൻ്റ് ആണ്, എക്സോസ്റ്റ് കാര്യങ്ങളൊന്നും ഓപ്പൺ ആക്കിയിട്ടില്ല. റീസെൻ്റ്ലി ഇതിൻ്റെ സിലിണ്ടർ അടക്കം മാറി പെയിൻ്റ് അടിച്ച വണ്ടിയാണ് കേട്ടോ. എഞ്ചിൻ വർക്ക് എടുക്കുന്ന സമയത്ത് സിലിണ്ടർ അടക്കം മാറി സെറ്റാക്കിയ വണ്ടിയാണ്. എഞ്ചിൻ നോയ്സ് നിങ്ങൾക്ക് കാണിച്ചു തരാം, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും വണ്ടിയിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്നുള്ളത്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് സൗണ്ട് വരുന്നത്. റീസെൻ്റ്ലി എഞ്ചിൻ വർക്ക് കഴിഞ്ഞിട്ട് ഒരു 1500 കിലോമീറ്റർ ഓടിയ വണ്ടിയാണ്. അപ്പോൾ അങ്ങനെ ഓയിൽ കാര്യങ്ങളൊക്കെ പക്കയാണ്. പിന്നെ അതേപോലെ തന്നെ റസ്റ്റ് കാര്യങ്ങളൊന്നുമില്ല. ഒരു വാഷിങ്ങിൻ്റെ കമ്മിയുണ്ട്, വാഷ് ചെയ്ത് പോളിഷ് ചെയ്ത് നമുക്ക് വണ്ടി ഷോപ്പിലേക്ക് കയറ്റാം. ചോദിക്കുന്ന വില 98 രൂപയാണ്. ഈ വണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഞ്ചിൻ വർക്ക് സിലിണ്ടർ ഉൾപ്പെടെ നമ്മൾ മാറ്റിയതാണ്. കേൽ വണ്ടിയാണ്, കേൽക്ക് രജിസ്ട്രേഷൻ ചെയ്തിട്ടുള്ള വണ്ടിയാണ്. നല്ല വണ്ടി, ഓടിക്കാൻ നല്ല സ്മൂത്തുള്ള വണ്ടി. ഇമ്പൾസ് എടുക്കുന്ന സമയത്ത് എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അധികം നല്ല വണ്ടി കിട്ടാല്ല, സ്മൂത്തുള്ള വണ്ടി കിട്ടാല്ലേ. അപ്പോൾ നമ്മുടെ കയ്യിലൊരു വണ്ടിയുണ്ട്, പോർട്ട് ചെയ്ത വണ്ടിയുണ്ട്, 250ക്ക് കൺവേർട്ട് ചെയ്ത വണ്ടിയുണ്ട്. അങ്ങനെയുള്ള വണ്ടികളാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം റേറ്റ് വരും. ഇപ്പോൾ ഇത് 150-ൻ്റെയാണ്, പക്ഷേ അത്യാവശ്യം നല്ല രീതിയിൽ ചെയ്ത വണ്ടിയാണ്, വൃത്തിയുണ്ട്, അതേപോലെ തന്നെ നല്ല പവർ ഉണ്ട്. സ്റ്റോക്ക് 150യുടെ ആ ഒരു പവർ ശരിക്കും കിട്ടുന്ന വണ്ടി. ഇമ്പൾസ് എടുക്കുന്ന സമയത്ത് നിങ്ങൾ ആ ഒരു കാര്യങ്ങൾ ശ്രദ്ധിക്കുക കേട്ടോ. വണ്ടി ഒരു ഓടിക്കാൻ സുഖമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ വേറെ വണ്ടി നോക്കുന്നതായിരിക്കും നല്ലത്. ഇപ്പോൾ ഞാൻ ഇമ്പൾസ് ഉപയോഗിക്കുന്ന ആളായതുകൊണ്ട് പറഞ്ഞതാണ്. ഓക്കെ, അടുത്തത് നമുക്ക് 2 വണ്ടികൾ. ഇത് 2 വണ്ടി നമ്മുടെ വണ്ടികൾ തന്നെയാണ്. സെറ്റ് നമ്മുടെ കമ്പനിക്കാരൻ്റെ വണ്ടിയാണ്, നമ്മുടെ ഗ്രീൻ ബെസ്റ്റ്. ഇതിൻ്റെ സെപ്പറേറ്റ് വീഡിയോ ഞാൻ ചെയ്യാം. പിന്നെ ഇത് സാമ്രായി, ഇത് നമ്മൾ ചെയ്ത നമ്മുടെ ഗ്യാരേജിൽ നിന്ന് തന്നെ നമ്മൾ ചെയ്തെടുത്തൊരു വണ്ടിയാണ്. ഇതിപ്പോൾ നമ്മൾ സെയിൽ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല. വണ്ടി ഒരു 3 മാസമൊക്കെ നമ്മുടെ ഷോപ്പിൽ ഇട്ടിട്ട് നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ട് എന്തായാലും സെയിലാക്കും. അപ്പോൾ ഇതിലും ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. നമ്മളിതിൽ കസ്റ്റം ഗ്രാഫിക്സോട് കൂടിയിട്ടുള്ള ഒരു പർപ്പിൾ ടച്ചിലേക്ക് പേളടക്കം ഉൾപ്പെടുത്തിയിട്ട് നല്ല അടിപൊളി കളർ അടിച്ചിട്ടുണ്ട്. കേൽപ്പത്തി NL വരുന്ന വണ്ടിയാണ്, സിംഗിൾ ഓണർ വണ്ടിയാണ്. ഫ്രണ്ടിൽ എസ് ചെയ്തിട്ടുണ്ട്, ബാഗ് എസ് ചെയ്തിട്ടുണ്ട്. ഇതിൽ RXൻ്റെ സൈലൻസറൂടെ നമ്മൾ ആഡ് ചെയ്യാനുണ്ട്. എഞ്ചിൻ വർക്ക് നമ്മൾ ചെയ്താണ്, ക്രാങ്കും പിസ്റ്റനും പക്ക വണ്ടി. എഞ്ചിൻ്റെ ഭാഗത്ത് നിന്ന് യാതൊരു രീതിയിൽ നോയ്സോ കാര്യങ്ങളോ ഒന്നുമില്ല, സൈലൻറ്റ് വണ്ടിയാണ്. ഇപ്പോൾ ഇത് വണ്ടി സ്റ്റാർട്ട് ചെയ്താൽ നിങ്ങളിത് സാമുറായി ആണെന്ന് അറിയില്ല, അത്രയും സൈലൻറ്റുള്ള വണ്ടി, തീരെ സൗണ്ടോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പോൾ അതിൽ എക്സോസ്റ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് ആഡ് ചെയ്യാനുണ്ട്. ഡിസ്ക് ഉണ്ട്, SDL ഉണ്ട്, മോട്ടോഡി ടയർ ഉണ്ട്. അത്യാവശ്യം ബഡ്ജറ്റിൽ ചെയ്ത വണ്ടിയാട്ടോ. അപ്പോൾ അതിനനുസരിച്ചുള്ള റേറ്റും കാര്യങ്ങളൊക്കെയാണ് വരിക. ഇലക്ട്രിക് വർക്ക് ചെറിയൊരു പെൻഡിങ് വർക്ക് ഉണ്ട്, മീറ്റർ അടക്കം വർക്കിംഗ് ആണ്, എല്ലാ സംഭവങ്ങളും വർക്കിംഗ് ആണ്. അപ്പോൾ അത്യാവശ്യം ബഡ്ജറ്റും ഇതിന് വരും. ബഡ്ജറ്റ് കാര്യങ്ങളൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ ഇടാം. മെർഗാർഡ് കാര്യങ്ങളൊക്കെ മാറിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളെ കാണിച്ചു തന്നത്. ഇനി ഒരുപാട് അടുത്ത വീഡിയോയിൽ നമ്മൾ അത്യാവശ്യം ബൾക്ക് കളക്ഷൻസ് ഇതിൽ ആഡ് ചെയ്യും. അപ്പോൾ ഇത്രയൊക്കെയാണ്. ഇപ്പോൾ സ്റ്റോക്ക് കുറവാണൊരു കാരണം ഞാൻ പറഞ്ഞു, 6-7 വണ്ടികൾ നമ്മൾ വിറ്റിട്ടുണ്ട്. അതിൻ്റെ വീഡിയോസ് കാര്യങ്ങളൊക്കെ ഇൻസ്റ്റാഗ്രാം പേജ് നോക്കിയാൽ നിങ്ങൾക്ക് അറിയാം. അപ്പോൾ എന്തായാലും ഇൻഷാ അല്ലാഹ് എല്ലാം നല്ല രീതിയിൽ നടന്ന് ഒരുപാട് ആളുകൾ വന്നിരുന്നു, ഒരുപാട് സന്തോഷം. ഇനിയും വരാത്ത ആളുകൾ വരാനായിട്ട് ശ്രമിക്കാം. വണ്ടി എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എന്തായാലും നമ്മുടെ സബ്സ്ക്രൈബർ ആണെന്ന് പറയാം, അറിയണം, നമ്മൾ തീർച്ചയായിട്ടും ചെയ്തു തരും. എന്തായാലും നല്ല രീതിയിൽ കാര്യങ്ങൾ നടന്നു, അതാണ് ഒരുപാട് സന്തോഷം. പിന്നെ നമ്മുടെ ഷോപ്പിൻ്റെ ലൊക്കേഷൻ മലപ്പുറം കോട്ടക്കൽ കോട്ടൂർ എന്ന് പറയുന്ന സ്ഥലത്താണ്. ലൊക്കേഷനും കാര്യങ്ങളെല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ദുബായിലുള്ള ആളുകൾ, ഒരുപാട് ആളുകൾ മെസ്സേജ് ചെയ്യാറുണ്ട്, വിളിക്കാറുണ്ട്, നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ള ആളുകൾ കോൺടാക്ട് ചെയ്യാറുണ്ട്. അവരൊക്കെ നാട്ടിൽ വരുന്ന സമയത്ത് തീർച്ചയായിട്ടും നമ്മുടെ ഷോപ്പിലേക്ക് ജസ്റ്റ് ഒന്ന് വരിക. നിങ്ങൾ വണ്ടി എടുക്കാൻ മാത്രമല്ല നമ്മുടെ ഷോപ്പിലേക്ക് വരേണ്ടത്, അതെല്ലാം നിങ്ങൾക്ക് നമുക്ക് ഷോപ്പിലേക്ക് വരാം. പിന്നെ സ്പെയർ പാർട്സിൻ്റെ കാര്യം, സ്പെയർ നമ്മൾ കൂടുതലായിട്ട് ചെയ്യാനായിട്ട് ബൾക്കായിട്ട് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട്. ഹോൾസെയിലും റീറ്റെയിലും നമ്മൾ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ അത് 2 മാസത്തെ ഗ്യാപ്പിൽ നമ്മൾ എന്തായാലും തീർച്ചയായിട്ടും സ്പെയർ നമ്മൾ കൂടുതലായിട്ട് ചെയ്യും. പിന്നെ വെബ്സൈറ്റ് കാര്യങ്ങളൊക്കെ റെഡി ആയിട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട്, അതിൻ്റെ ലോഞ്ചിങ്ങും ഉണ്ട്. അപ്പോൾ അതൊക്കെ ആയിരിക്കും ഇത് നമ്മുടെ മെയിൻ പരിപാടികൾ. നമ്മുടെ യൂസർ ബൈക്ക് സെയിൽ മാത്രമല്ല, സ്പെയർ പാർട്സ്, പെയിൻറ്റിങ്, റീസ്റ്റോറേഷൻ എല്ലാം, ഒരു ബൈക്കുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മളിവിടെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ കയ്യിൽ ഏത് ബൈക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ റീസ്റ്റോർ ചെയ്ത് തരും. 2 സ്ട്രോക്ക് പോലുള്ള വണ്ടികളാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും സന്തോഷമുള്ള കാര്യമാണ് 2 സ്ട്രോക്ക് റീസ്റ്റോർ ചെയ്യുക എന്ന് പറയുന്നത്. അപ്പോൾ RX, മാക്സ് 100, സാമുറായി അങ്ങനത്തെ എല്ലാ വണ്ടികളുടെ എൻജിൻ വർക്ക് ഉൾപ്പെടെ നമ്മൾ ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ വണ്ടികൾ നേരെ നമ്മുടെ കയ്യിൽ കൊണ്ടുവന്ന് തരാം. നിങ്ങൾക്ക് എങ്ങനെയാണോ വണ്ടി വേണ്ടത് ആ രൂപത്തിൽ നമ്മൾ സെറ്റാക്കി തരും കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. അടുത്ത വീഡിയോയിൽ ഇതിനേക്കാൾ കളക്ഷൻസ് ഉണ്ടായിരിക്കും. എന്തായാലും ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോ കാണാം. ബൈ.